ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അത് ഇത്തിരി വലിയ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അതിലെ നമ്മൾ പേജ് നമ്പർ 61 എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് ട്രെൻഡ്സാണ് മോഡേൺ ബാങ്കുകൾ ചെയ്യുന്നത്, അതായത് നമ്മളുടെ എന്തൊക്കെ ഇന്നൊവേറ്റീവ് ഫങ്ഷൻസാണ്, ഇന്നൊവേഷൻസാണ് ഇന്നത്തെ മോഡേൺ ബാങ്ക്സ് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നത്. ആ ഇമ്പോർട്ടൻ്റ് ഇന്നോവേഷൻസിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു പോളിസിയാണ്. എന്താണ് സോഷ്യൽ ബാങ്കിങ്? The term is social banking. Social banking means banking policy to meet the socio-economic obligation of a country. Okay, അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റീജിയണൽ ഡിസ്പാരിറ്റീസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് അലോക്കേഷൻസാണ് ഒരു ബാങ്ക് കൊടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നമ്മളുടെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ ഈ ബാലൻസ് റീജിയൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ബാലൻസ് റീജിയൻ്റെ ഒരു ടേമാണ്. ദാറ്റ് ഈസ് നമ്മൾ പറയാം ഒരു സ്ഥലങ്ങളിൽ മാത്രം ഭയങ്കര ഡെവലപ്മെൻറ്റ്, ബാക്കി നോക്കുമ്പോൾ തീരെ ഡെവലപ്മെൻറ്റ് ഇല്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലായിടങ്ങളിലും നല്ല പോലെ ബാലൻസ് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും കറണ്ടുണ്ട്, ടോയ്ലറ്റും ഉണ്ട്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, റോഡുകളുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാരെ വീണ്ടും ബാലൻസ് റീജിയൻ ഡെവലപ്മെൻറ്റ് കേരളത്തിലുണ്ട് കമ്പയർ ടു അതർ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ബോംബെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മുകേഷ് അംബാനിയുടെ എല്ലാ വലിയ താജ് റിസോർട്ട് പോലെ വലിയ കൊമേഴ്ഷ്യൽ സ്പോട്ടുകൾ ബോംബെയിലുണ്ട്. അതേപോലെ നല്ല ചേരികളുണ്ട്. ഓക്കെ, അതായത് അത് ബാലൻസ് റീജിയൻ ഡെവലപ്മെൻ്റ് അവിടെ വന്നത്, അതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ അതായത് ഒരു സ്ഥലത്ത് വളരെ ഭയങ്കര ഡെവലപ്മെൻറ്റ്, ഭയങ്കര സ്ഥലത്ത് ഒട്ടും ഡെവലപ്പ് ചെയ്യാത്ത അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്കോണമിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻഡായിട്ട് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് സോഷ്യൽ ബാങ്കിങ് പോളിസി. അപ്പോൾ ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് ബാങ്കിങ് സിസ്റ്റം ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ള ഏതൊക്കെ പ്രോഗ്രാമുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പ്രോഗ്രാമുകളാണ് സോഷ്യൽ ബാങ്കിൻ്റെ കീഴിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദി ലീഡ് ബാങ്കിങ് സ്കീം. Second one is VAS, Village Adoption Scheme. Third one is Service Area Approach, സസ എന്ന് പറയാം. പിന്നെ ഫോർത്ത് വൺ ഈസ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, അത് DRI സ്കീം. ഇതിൽ ഓരോന്നും നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ നോക്കാം. വാട്ട് ഈസ് ലീഡ് ബാങ്കിങ് സ്കീം? ഇത് 1969 നമ്മുടെ ഒരു കാർഗിൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാഷണൽ ക്രെഡിറ്റ് കൗൺസിലെ NCC, അതായത് നമ്മുടെ NCC അല്ല, നാഷണൽ ക്രെഡിറ്റ് കൗൺസിലെ 1969 കാർഗിൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അപ്പോയിൻ്റ് ചെയ്ത പ്രകാരമുള്ള അവർ റെക്കമെൻഡേഷൻ പ്രകാരം RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് ലീഡ് ബാങ്കിങ് സ്കീം. ഓക്കെ, കാർഗിൽ കമ്മിറ്റി റെക്കമെൻഡേഷനാണ്. RBI ആണ് ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1969 ആണ്. ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി ആർ ഫോക്കസിങ് ആൻ ഏരിയ അപ്രോച്ച്, അല്ലെങ്കിൽ ടാർഗറ്റ് ആൻഡ് ഫോക്കസ്. അതായത് ഒരു ഏരിയയിലെ ഓരോ ബാങ്ക്, അതായത് ഈ സ്കീം പ്രകാരം ഈച്ച് ഡിസ്ട്രിക്റ്റിനെ ഒരു ഡിഫറെൻറ്റ് ബാങ്കുകൾ, അത് പബ്ലിക് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെയും ഒരു എന്താ പറയുക, ഒരു ഈച്ച് ഡിസ്ട്രിക്ട് ബാങ്കുകൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഏതെങ്കിലും ഒരു ബാങ്കുകൾക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിൽ എന്താ പറയുക, അവിടുത്തെ ആൾക്കാരെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം, ഹൗ ടു റൈസ് ദി പുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെ കുറച്ച് ആൾക്കാരെ എങ്ങനെ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ആ ഏരിയയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് കൂടുതൽ
ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച് പറയുന്നത് ലീഡ് ബാങ്കിങ് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈച്ച് ഡിസ്ട്രിക്റ്റിലേക്കും ഏതെങ്കിലും ഒരു പബ്ലിക് സെക്ടർ ബാങ്കിനെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിക്കോ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഓരോ ബാങ്ക് ആ ഏരിയയിൽ അൺഎംപ്ലോയ്മെൻറ്റും എന്താ പറയുക അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, അവിടുത്തെ എന്താ പറയുക അണ്ടർ എംപ്ലോയ്മെൻറ്റ് എങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യുക, അവിടുത്തെ പ്യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ ആ സെക്ഷനിൽ ഏറ്റവും വീക്കർ സെക്ഷനായ ആൾക്കാർ ആരാണ്, അവർക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് എന്ത് പറയുന്നത് ഈ ലീഡ് ബാങ്കിങ് സ്കീമിൽ ഓരോ ഡിസ്ട്രിക്റ്റിൽ ബാങ്ക് അസൈൻ ചെയ്ത ബാങ്കുകൾ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഫങ്ഷൻ സിമിലർ തന്നെയാണ്. അതായത് ആ ഡിസ്ട്രിക്റ്റിലെ ബാങ്കിങ് ഡെവലപ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എന്തുകൊണ്ടെങ്കിൽ സർവേ ചെയ്യുക, അവർക്ക് കൂടുതൽ ഡിസ്ട്രിക്റ്റിലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അവൈലബിലിറ്റി എന്താണെന്ന് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള എന്താ പറയുക ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഏരിയയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിനെയും കോപ്പറേറ്റീവ് ബാങ്കിനെയും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുക. ദെൻ എന്താ പറയുക മണി ലെൻഡേഴ്സ് ഇല്ലാത്ത ഏരിയ അതായത് എത്ര ഇൻഡസ്ട്രീസ് ഉണ്ട് അവിടെ, എത്ര കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് ഉണ്ട്, അവരെത്രത്തോളം മണി ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് പേഴ്സണൽ നമുക്ക് സ്മോൾ ബോറോവേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ട് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അവിടുത്തെ ഡെപ്പോസിറ്റ്സ് മൊബിലൈസ് ബാങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് ലീഡ് ബാങ്കിങ് സ്കീമിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്കീം പറയുന്നതാണ് എന്താ പറയുക 1969 തുടങ്ങിയതാണ്. പക്ഷേ നമ്മുടെ ഒരു ടെക്നോ ഇക്കണോമിക് സർവേ ഡിസ്ട്രിക്റ്റിനെ അലോട്ട് ചെയ്ത് നോക്കുമ്പോൾ 1972 ആകുമ്പോഴത്തേനും അവർ അത്രത്തോളം ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് സ്കീം അവർ അതായത് ഈ സ്കീം അത്രത്തോളം സം ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഇന്നെഡ്യൂക്കേറ്റ് ആയിരുന്നു. നമ്മളീ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഈ സ്കീം പ്രകാരം നടക്കാൻ പറ്റില്ല. അങ്ങനെ ഈ സ്കീം പിന്നീട് ഒരു ഫെയിലിയറായി ചെയ്തത്. പിന്നുണ്ടായതാണ് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ വന്ന വേറൊരു സ്കീമാണ് വാസ് എന്ന് പറഞ്ഞ വില്ലേജ് അഡോപ്ഷൻ സ്കീം. അതായത് റൂറൽ ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ബാക്ക്വേർഡായ ഏരിയയിലെ അതായത് ഏത് സ്ഥലത്താണോ നമ്മൾ എന്താ പറയുക ഒരു അഗ്രികൾച്ചർ അതായത് ബാങ്കുകളുടെ അഗ്രികൾച്ചറിൻ്റെ ഭാഗത്തിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീം പ്രകാരം ആ ഏരിയയിലുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും വില്ലേജേഴ്സിന് വേണ്ടിയിട്ടും ആ ബാങ്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വില്ലേജിനെ അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ബാങ്കിന് എങ്ങനെയാണ് അവിടുത്തെ ഫാർമേഴ്സിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവർക്ക് എന്തെത്തോളം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്, അവിടെ എങ്ങനെയൊക്കെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നതാണ് ഈ വില്ലേജ് അഡോപ്ഷൻ സ്കീം. വില്ലേജ് അഡോപ്ഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സും പഞ്ചായത്തുണ്ടായതും CHC എന്ന് പറയും സെൽഫ് ഹെൽപ്പ് കുടുംബശ്രീ പോലുള്ള, അതുപോലെ നോൺ NGOs ഇങ്ങനത്തെ ഈ സ്കീം ശരിക്കും പറഞ്ഞാൽ അതായത് ഈ വാസ് സ്കീം വില്ലേജ് അഡോപ്ഷൻ സ്കീം പ്രകാരമാണ് SSGയും NGOസും ഈ വില്ലേജുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഇനി ലീഡ്സ് ബാങ്ക് സ്കീമിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് വെർഷനാണ് SSSA എന്ന് പറയുന്നത്. ഈ SA എന്ന് പറയുന്നത് 1984 ഉണ്ടാകുന്നതാണ്. അവിടെ പറയുന്നത് ഈച്ച് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു സർവീസ് ഏരിയ അതുപോലെ തന്നെ കൊടുക്കും. ഈ സർവീസ് ഏരിയയിൽ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കും റീജിയണൽ ലെവൽ ബാങ്കും ചെയ്യും അവരുടെ ഒരു ആനുവൽ ക്രെഡിറ്റ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേഷൻ വർക്ക് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് RRBയുടെയും അതുപോലെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെയും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും ACP ചെയ്യും. ACP കഴിഞ്ഞാൽ ആനുവൽ ക്രെഡിറ്റ് പോളിസീസ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആനുവലായിട്ട് അത് എവിടെയൊക്കെ ഏരിയയിലാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, എങ്ങനെ ബ്ലോക്ക് ലെവൽ കമ്മിറ്റി എങ്ങനെ സെറ്റപ്പ് ചെയ്യുക, അതിൽ ലീഡ് ബാങ്ക് ഓഫീസർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഏരിയയിൽ എന്തൊക്കെ ചെയ്യുന്നത് തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഇനി ഡിഫറൻഷ്യൽ റേറ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ റേറ്റ് സ്കീമിൽ നമ്മൾ പറയാം ഈ നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബൽ SC/STക്കാർക്ക് അതുപോലെ തന്നെ അവർക്ക് അഗ്രികൾച്ചർ അലൈഡ് സർവീസസിന് വേണ്ടിയിട്ട്
ഒരു റേറ്റിൽ വ്യത്യാസം, ഇൻട്രസ്റ്റ് റേറ്റിൽ വീക്കർ സെക്ഷൻ ആൾക്കാർക്ക് കൺസെഷൻ ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് 1972 ആണ്. അതായത് ഈ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് ക്രെഡിറ്റ് വീക്കർ സെക്ഷൻ കൊടുക്കുമ്പോൾ ഒരു കൺസെഷൻ റേറ്റിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട്, വില്ലേജ് ആർട്ടിസ്റ്റൻസിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് DRS സ്കീമിൽ നമുക്ക് അത് വളണ്ടറി ബേസ്ഡ് ആണ്. എന്താ പറയുക, അത് നമ്മളൊരു പബ്ലിക് സെക്ടർ ബാങ്ക് പെർസെൻറ്റേജ് അവർ അഡ്വാൻസിന് സെർട്ടൺ പെർസെൻറ്റേജ് അവർ വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് അവർ അഡ്വാൻസ് ഇപ്പോൾ ഒരു 1% അവർ DRIയിലെ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കാറുണ്ട്. അഞ്ചാമത്തെ കാര്യം പറയണതാണ് ഇതിൽ പറയണത് ഏതാണ്, ഈസി ചെക്ക് പ്രോസസ്സിംഗ് ആണ്. അത് നമ്മൾ എന്താ പറയുക, MCR ചെക്സ് നമ്മൾ യൂസ് ചെയ്യണം. MCR ചെക്ക് എന്നാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ടെക്നോളജി പ്രകാരം ഇതിൽ ചെക്ക് പ്രകാരം നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്പീഡി ആയിട്ട് മെർച്ചൻ്റൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ക്ലിയറൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ ചെയ്യുന്ന സർവീസാണ് ഈസി ചെക്ക്, MICR ചെക്സ് എന്ന് പറയും. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്രകാരം കുറേ കാലം മുമ്പ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവീസ് ആയിരുന്നത് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഫിനാൻഷ്യൽ സെക്ടറിൽ വരാത്ത, ബ്രാക്കറ്റിൽ വരാത്ത ആൾക്കാരിനെ ആ ബ്രാക്കറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. വാട്ട്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സ്ക്ലൂഡ് ഫ്രം ദി ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഏതൊക്കെയാണ് റൂറൽ ആൻഡ് അൺബാങ്ക്ഡ് റീജിയനിലത്തെ ആൾക്കാരനെ ബാങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവരൊക്കെ പേയ്മെൻറ്റ്സും റെമിറ്റൻസും സേവിങ്സിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് എന്ന് പറഞ്ഞിട്ട് റൂറൽ ആൻഡ് അൺബാങ്ക്ഡ് റീജിയനിലത്തെ ആൾക്കാർക്ക് ബാങ്കിങ് ഹെൽപ്സ് കിട്ടുന്നതിനാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 മാർക്കിലൊക്കെ ചോദിക്കാം വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി നോൺ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോ ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്തതിന് മിനിമം അല്ലെങ്കിൽ വെരി ലോ മിനിമം ബാലൻസിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നോൺ ഫ്രിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. RBI അഡ്വൈസ് ചെയ്താണ് ബാങ്കുകൾക്ക്, ഗവൺമെൻറ് ആൾക്കാർക്ക് മിനിമം നോൺ ഫ്രിൽ അക്കൗണ്ട് പ്രകാരം അക്കൗണ്ട് ഇപ്പോൾ എല്ലാവരും ഓപ്പൺ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര എമൗണ്ട് പാടുള്ളൂ, എത്ര എമൗണ്ട് കൂടുതൽ പാടില്ല എന്നൊക്കെ ഉണ്ട്. അത് പക്ഷേ നമുക്കറിയാം ഇപ്പം മിനിമം ബാലൻസ് മെട്രോപൊളിറ്റൻ ബാങ്കുകളിൽ 3000 രൂപയാണെങ്കിൽ സാധാരണ വില്ലേജ് ലെവലിൽ അങ്ങനെ പല ലെവലുകളിൽ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നോൺ ഫ്രില്ലൊക്കെ മിനിമം ബാലൻസ് വയ്ക്കാതെ അല്ലെങ്കിൽ മിനിമം ബാലൻസ് ഇല്ലാതെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് നോൺ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിപ്പോൾ എമർജൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ ബാങ്കിങ് ഉണ്ട്. സോഷ്യൽ ബാങ്കിങ്ങിൻ്റെ 4 ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. ലീഡ് ബാങ്കിങ് സ്കീമുണ്ട്. വാസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. സർവീസ് ഏരിയ അപ്രോച്ച് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ലീഡ് ബാങ്കിങ് സ്കീമാണ്. ദെൻ DRIC അതായത് ഡിഫറൻഷ്യൽ റേറ്റിൽ ഇൻഡസ്ട്രീസ് കൊടുക്കുക. പിന്നെ MCR ചെക്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ട്, നോൺ ഫ്രിൽ അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു മക്കൾ, നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ.